Hi friends, welcome back to our class. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് സെന്റൻസുകളാണ്. അതായത് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യാറുള്ള ചില സെന്റൻസുകൾ അതുപോലെ ക്വസ്റ്റ്യൻസുമാണ്. അതിൽ ഒന്നാമത്തെ സെന്റൻസ്, അതായത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. Where did you go today? Where did you go today? ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ ഇന്ന് എവിടെയാണ് പോയത്? നീ ഇന്ന് എവിടെയാണ് പോയത്? I went to school today. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് I went to school today. ഞാൻ സ്കൂളിലേക്ക് പോയി. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോയി. അടുത്തത്, Did you go to the market yesterday? Did you go to the market yesterday? Did you go? നീ പോയോ എന്നാണ്. Did you go? നീ പോയോ to the market yesterday? ഇന്നലെ നീ മാർക്കറ്റിലേക്ക് പോയോ? No. I didn't go to the market yesterday. ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയില്ല. അടുത്തത്, When did Anu call here? When did Anu call here? അനു അവളെ എപ്പോഴാണ് വിളിച്ചത്? അനു അവളെ എപ്പോഴാണ് വിളിച്ചത്? അനു called here last week. അനു അവളെ വിളിച്ചു കഴിഞ്ഞ ആഴ്ച. അനു called here. അനു അവളെ വിളിച്ചു last week. കഴിഞ്ഞ ആഴ്ച. Did Anu call here yesterday? Did Anu call here yesterday? അനു അവളെ ഇന്നലെ വിളിച്ചോ? No. Anu didn't call here yesterday. Anu didn't call here yesterday. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അനു ഇന്നലെ അവളെ വിളിച്ചിട്ടില്ല. ഓക്കെ. Didn't they sleep at 10 o'clock? Didn't they sleep at 10 o'clock? ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് didn't they എന്ന് തുടങ്ങിയത്. ഇവിടെ didn't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ did നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് didn't എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ didn't they sleep at 10 o'clock എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? അവർ 10 മണിക്ക് ഉറങ്ങിയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഉറങ്ങിയോ എന്ന് വെച്ചാൽ അവിടെ ഉറങ്ങിയില്ലേ? അവിടെ ഡിഡ് എന്ന് മാത്രമാണെങ്കിൽ അവർ 10 മണിക്ക് ഉറങ്ങിയോ എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡിഡ് ഇൻഡിന്നും കൂടി വന്നതുകൊണ്ട് ഇല്ലേ എന്നുള്ള അർത്ഥത്തിൽ കൂടി നമ്മൾ ചോദിക്കും. അതിന്റെ അർത്ഥം ഇല്ലേ എന്ന് കൂടി വരും. എങ്ങനെ? Didn't they sleep at 10 o'clock? അവർ 10 മണിക്ക് ഉറങ്ങിയില്ലേ എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. ഓക്കെ, അവർ 10 മണിക്ക് ഉറങ്ങിയില്ലേ. അപ്പോൾ യെസ്, അതെ, they slept at 10 o'clock. ഇവിടെ അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സ്ലീപ്പ് എന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് സ്ലെപ്റ്റ്. അപ്പൊ they slept at 10 o'clock. അപ്പോൾ ആൻസർ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെർബ് എന്തായിരിക്കണം? സ്ലീപ്പ് എന്ന വെർബ് സ്ലെപ്റ്റ് എന്നായിട്ട് കൊടുക്കണം. അപ്പൊ they slept at 10 o'clock. പ്രത്യേകിച്ച് ആ സമയം പറഞ്ഞിരിക്കണം. അവർ 10 മണിക്ക് ഉറങ്ങി എന്നാണ് they slept at 10 o'clock എന്ന് പറഞ്ഞാൽ. അടുത്തത് നോക്കാം. Didn't they eat on time? Didn't they eat on time? ഇപ്പോൾ did they eat on time എന്നായിരുന്നെങ്കിൽ അവർ സമയത്തിന് ഭക്ഷണം കഴിച്ചോ എന്നാണ്. അതായത് കഴിച്ചോന്ന്, അവർ സമയത്തിന് കഴിച്ചോ, അതായത് ഭക്ഷണം തന്നെ. അപ്പോൾ ഇവിടെയാണെങ്കിലോ ഡിഡിൻറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ അവർ സമയത്തിന് കഴിച്ചില്ലേ എന്നാണ് ആൻസർ, അതിന്റെ മീനിങ് വരിക. അവർ സമയത്ത് കഴിച്ചില്ലേ, അതായത് ഭക്ഷണം കഴിച്ചില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ ആൻസർ അതെ, they ate on time. They ate on time. അവർ സമയത്ത് ഭക്ഷണം കഴിച്ചു, അതായത് കഴിച്ചു, അവർ സമയത്ത് കഴിച്ചു. they ate on time എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, they ate on time. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വെർബ് ഈറ്റ് ആണ്. അത് ആൻസർ ആക്കി നമ്മൾ പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അത് കഴിച്ചു എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഈറ്റിന്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള എയ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ.